കഴിഞ്ഞ സർക്കാരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചത്. സൗജന്യ യാത്ര KSRTCയോട് ചെയ്ത ദ്രോഹമാണെന്ന് ഇപ്പോഴത്തെ MD MG രാജമാണിക്യം പറയുന്നു. വിദ്യാർത്ഥികളുടെ തിരക്ക് കാരണം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന 1.25 ലക്ഷത്തോളം ആളുകളുടെ കുറവ് പ്രതിദിനമുണ്ടാകുന്നു. സൗജന്യ യാത്ര അനുവദിച്ച തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KSRTC MD ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് കത്ത് നൽകി. സൗജന്യ യാത്ര മൂലം പ്രതിവർഷം 65 കോടി രൂപയുടെയും കൺസെഷൻ ടിക്കറ്റുകൾ വഴി പ്രതിവർഷം 42 കോടി രൂപയുടെയും വരുമാന നഷ്ടം KSRTCക്കുണ്ടാകുന്നു. ഈ തുക സർക്കാർ തിരികെ നൽകുന്നുമില്ല. യാത്രാ സൗജന്യം സർക്കാർ എയ്ഡഡ് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയോ കൺസെഷൻ നൽകുന്നതിന് വരുമാന പരിധി നിശ്ചയിക്കുകയോ വേണമെന്ന് KSRTC MD ആവശ്യപ്പെടുന്നു. ലക്ഷക്കണക്കിന് രൂപ ഫീസ് നൽകി സ്വകാര്യ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും യാത്രാ സൗജന്യം അനുവദിക്കാനാകില്ലെന്നും KSRTC സർക്കാരിനെ അറിയിച്ചു. ഫാസ്റ്റ് പാസഞ്ചർ ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ സ്വകാര്യ ബസ്സുകൾക്ക് നൽകരുതെന്നും KSRTC ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളെയെല്ലാം ഓർഡിനറി സർവീസുകളാക്കണം. സ്വകാര്യ ബസ്സുകളുടെ ദൂരപരിധി 140 കിലോമീറ്ററാക്കി നിജപ്പെടുത്തണമെന്നും KSRTC MD കത്തിൽ പറയുന്നു. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.